ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് അപ്സ്റ്റേറിലെ ബാത്റൂം പ്ലംബിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോറിംഗ് ഒരുപാട് കനം വരുന്നു. കോൺക്രീറ്റ് ആ കോൺക്രീറ്റിന്റെ കനം കുറക്കാറ് അതിന്റെ ടൈലിന്റെ വർക്കിന്റെ അല്ലെങ്കിൽ ഫിനിഷിങ്ങിനൊക്കെ വരുമ്പോൾ കനം ഓവറായിട്ട് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ ക്ലയന്റ് ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യുക പൈപ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ആണ് കവർ ചെയ്യും. എന്നിട്ട് വാട്ടർ പ്രൂഫ് അടിക്കുക, എന്നിട്ട് ടൈൽസിന്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ബാത്റൂമിന്റെ കോൺക്രീറ്റ് അടി ഫസ്റ്റ് ഫ്ലോർ സ്ലാബ് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, അതിന് കണക്കാക്കിയിട്ട് സോക്കറ്റ് ആണോ അല്ലെങ്കിൽ കോർബിറ്റ് ആണെങ്കിൽ കോർബിറ്റ് അടിച്ചിട്ടും ചെയ്യാം. നമ്മളിപ്പോൾ സോക്കറ്റ് ഇട്ടിട്ടുണ്ട്, 4 ഇഞ്ചിന്റെ സോക്കറ്റ് കണക്കാക്കിയിട്ട് ട്രാപ്പിന്റെ ഭാഗത്തും അതുപോലെ ക്ലോസറ്റ് വരുന്ന ഭാഗത്തും ഇട്ട് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഒരു കണക്കായി ഒരു 5 ഇഞ്ചാണ് പൊന്ത, മാക്സിമം പൊന്ത ഒരു 2 ഇഞ്ച് പൊന്തുള്ളൂ. അപ്പോൾ ഒരു 4 ഇഞ്ച് ഏറിട്ടിട്ട് ഒരു 6 ഇഞ്ചിന്റെ പൈപ്പിന്റെ പീസ് കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സാധാ ക്ലോസറ്റ്, സാധാ സൂട്ട് ക്ലോസറ്റ് ആണ് വെക്കുന്നത്. സൂട്ട് ക്ലോസറ്റ് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അളവ് നോക്കാം. 13 ഇഞ്ച് ഉണ്ടൊക്കെ ഇത് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഒരു 4 ഇഞ്ചിന്റെ സോക്കറ്റ് വെച്ചു. 4 ഇഞ്ച് സോക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് പൈപ്പ് കണക്കാക്കിയിട്ട് കാര്യം. അതേപോലെ തന്നെ ട്രാപ്പിന്റെ അവിടെ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം സോക്കറ്റ് ഇട്ട് വെച്ചിരുന്നു. ആ സോക്കറ്റ് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ PVC പൈപ്പ് ഒട്ടിച്ച് വെച്ചത്. ഓക്കെ, ഇപ്പൊ ഈ ബാത്റൂമിലെ ഫ്ലോറിംഗിന്റെ പരിപാടി നമുക്ക് പൈപ്പിടാണ്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യാം, അടിയിൽ കൂടെ ലൈൻ അടിച്ച് കൊണ്ടുപോകാം. അങ്ങനെ ക്ലാമ്പ് അടിച്ചിട്ട് അടിയിൽ കൂടെ കൊണ്ടുപോകാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അടിയിൽ സീലിംഗ് അടിക്കണം. ഇതിന് നേരെ അടിയിൽ ബാത്റൂം ആണെങ്കിൽ അവിടെ ഈ പൈപ്പ് കാണാതൊക്കെ സീലിംഗ് അടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ്. പിന്നെ ഇതിപ്പോ ഇതിന്റെ പൈപ്പ് പ്ലംബിംഗ് കഴിഞ്ഞു, പിന്നെ പ്ലംബിങ്ങിന്റെ പണി ഇപ്പൊ ഇതോട് കൂടി കഴിഞ്ഞു. ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ വാട്ടർ പ്രൂഫ് നന്നാക്കി ചെയ്തിട്ട് നേരെ ടൈൽ ഒട്ടിച്ചാൽ ഇതിന് പണി കഴിഞ്ഞു. ഇതിന് പൊന്തുള്ള പ്രശ്നം ഉണ്ടാവും. മെയിനായിട്ട് ഈ വർക്കുകൾ നമ്മൾ ചെയ്യലും ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വില്ലകളിൽ. രോഗികളുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് വീൽ ചെയർ ഒക്കെ കറക്റ്റായിട്ട് ബാത്റൂമിന്റെ അകത്തേക്കൊക്കെ പോകാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.